ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മലേഷ്യയിലത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ലങ്കാവിയിലേക്ക് പോകും. ഇവിടുന്ന് ഒരു 1 hour ഫ്ലൈറ്റ് ഉണ്ട് ലങ്കാവിക്ക്. നമുക്ക് 12:30ക്കാണ് ഫ്ലൈറ്റ് വന്നിട്ട് ഒരു 10:30 ആകുമ്പോഴേക്കും നമുക്ക് എയർപോർട്ടിൽ എത്തണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു തീൻഫു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അതും കൂടി വിസിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നൊന്നും നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ചിക്കു ജിമ്മിലൊക്കെ പോണ കാരണം ഹെൽത്തി കുട്ടനായിട്ട് മാത്രമാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളൂ. ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ കഴിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ റിസപ്ഷനിൽ എത്തി റൂം ചെക്കൗട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഇനി ഇവിടുന്ന് തീൻഫു ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ലങ്കാവിയിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തീൻഫു ടെമ്പിൾ കാണാൻ പോവാണ് കേട്ടോ. ഇതും ഒരു ചൈനീസ് ടെമ്പിൾ തന്നെയാണ്. ഞങ്ങൾ എത്തിയ ടൈമിൽ അവിടെ 2 കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഈ സിലിണ്ടറിനകത്ത് ചിക്കു ഇപ്പോൾ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഫോർച്യൂൺ സ്റ്റിക്സ്. അത് നമ്മൾ ഷഫിൾ ചെയ്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു സ്റ്റിക്ക് മാത്രം പുറത്തേക്ക് പൊന്തിയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നമ്പറിലുള്ള ഫോർച്യൂൺ കാർഡ് നമുക്ക് എടുക്കാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഗ്യം എന്താണെന്നും ജോലി ലൈഫിനെ പറ്റിയിട്ടൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ 3 days മലേഷ്യയിൽ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ലങ്കാവിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊലാലംപൂർ എയർപോർട്ടിലാണ് വന്നിട്ടുള്ളത് ലങ്കാവിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 2 hour നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സെൽഫ് ചെക്കിനാണ്. അപ്പോൾ ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ ടൈമിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ നിന്ന് തന്നെ. അങ്ങനെ നമ്മൾ ലങ്കാവി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴക്കാറായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. നമ്മൾ ലാൻഡ് ചെയ്യണ സമയത്ത് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ. ബ്ലൂ കളർ സീ ആയിട്ട് കുറേ ഐലൻഡ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ലങ്കാവിയുടെ ഒരു മാപ്പ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. 99 ഐലൻഡ്സ് ഉള്ള ഐലൻഡുകളുടെ ഒരു കൂട്ടാണ് കേട്ടോ ലങ്കാവി എന്ന് പറയുന്നത്. ഇവിടുത്തെ ബീച്ചസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ബ്ലൂ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ബീച്ചസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ എത്തുന്ന ടൈമിൽ ഡ്രൈവറും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ, നല്ല പെരുമഴയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ലങ്കാവിൽ എത്തിയിട്ട് നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അത്രയ്ക്കും നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലങ്കാവിലെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലങ്കാവിലെ 2 days സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ കേട്ടോ. ഭയങ്കര ഫാൻസി ഹോട്ടലൊന്നല്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയ ടൈമിൽ നല്ല മഴയായ കാരണം കുറച്ച് വെള്ളമായിട്ട് കിടക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. നല്ല ബ്ലൂ കളറിലുള്ള കടലൊക്കെ നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ.
ഞങ്ങൾ റൂമിലെത്തിയപ്പോഴേക്കും 3 മണി 4 മണിയൊക്കെ ആയിട്ടോ ടൈം. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ പുറത്ത് പോയി കഴിക്കാൻ മടിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് KFC ഓർഡർ ചെയ്യുക ചെയ്തത് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പോണത് പെൻഡായ് ചെനാങ് ബീച്ചിലേക്കാണ് കേട്ടോ. ലങ്കാവിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് പെൻഡായ് ചെനാങ് ബീച്ച്. ഞങ്ങൾ ഈവനിങ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോകണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങാനായിരിക്കും ലേറ്റായി. അപ്പോൾ സണ്ണൊക്കെ അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൻ്റെ അവിടെയൊക്കെ. കുറേ പേര് ഫാമിലി ആയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ അവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി നൈറ്റ് ലൈഫൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡേ 3 വിശേഷങ്ങൾ. ഇനി ഡേ 4 വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.